യഥാർത്ഥത്തില് പിന്നെ തേച്ച് കെട്ടൽ എന്നാ പറയുക, തേച്ച് കെട്ടൽ. തേച്ച് നമ്മൾ തേച്ച് കുളിക്കുന്ന പറയുമ്പോൾ തേച്ച് കെട്ടൽ, തേച്ച് കെട്ടൽ പറയും. ഓക്കെ. ബാക്കിയുള്ള ബാക്കി തെയ്യങ്ങളെല്ലാം മുഖത്തെ എഴുത്ത് അങ്ങനെയല്ല പറയാം. മുത്തപ്പന്റെ മുഖത്തെ എഴുത്തല്ല, തേച്ച് കെട്ടലാണ്. തേച്ച് കെട്ടൽ രണ്ടിനും തിരുപ്പനെ ഭാഗത്തില്ല. തിരുപ്പന്റെ എഴുതാനുണ്ട്. തിരുപ്പന്റെ എഴുതാനുണ്ട്, വരക്കുന്ന കണ്ടിട്ടില്ല, വരക്കാനുണ്ട് മുഖത്ത്. ഇത് തേച്ച് കെട്ടൽ മാത്രമല്ലേ? ഇത് തേച്ച്. അപ്പൊ ഇതിനെ നമ്മള് മഞ്ഞൾ എന്തെല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങള്? മഞ്ഞളും മൂറും അരി അരച്ചത്. അരി അരച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മള് ദോശമാവല്ലാക്കുന്നത്. അതെ, അരി അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിൽ വെള്ളം ചേർത്ത് അരി ചാന്ത് എന്ന് പറയും. അരി ചാന്തും പിന്നെ മഞ്ഞൾ മൂറും പിന്നെ മഷി. മഷി എന്ന് പറയുമ്പോ എങ്ങനത്തെ? നമ്മളെ മഷിയില്ലേ, കൺമഷി. അത് നാടൻ മഷി എടുക്കുക. അങ്ങനെ വിചാരിച്ചാല് നാടൻ മഷി എങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചാല് നമ്മള് തുളസി ഇലയില്ലേ, ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണന്റെ അകത്ത് തിരിയിട്ട് കത്തിക്കും. എന്നിട്ട് ഓട്ടിന്റെ ഇതുണ്ടാവില്ലേ, ഓട്ടിന്റെ പാത്രം അല്ലെങ്കിൽ മണ്ണിന്റെ ചട്ടി പൊട്ടിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഈ തുളസി ഇലന്റെ പച്ച തുളസി പറിച്ചിട്ട് വരക്കും. എന്നിട്ട് ഈ ചൂട് ഈ വരച്ച് ചട്ടിക്ക് തട്ടുമ്പോ ആടുന്ന് കരി കിട്ടും. അതായത് ഈ വിളക്കിന്റെ അകത്തുനിന്ന് വരുന്ന ഇതിന്റെതും പിന്നെ ആ തുളസിന്റെ ഇതിലേക്ക് നല്ല കരി കിട്ടും. അത് കണ്ണില് അത് നമുക്ക് പിന്നെ വേറെ ഒന്നും ദോഷകരമായിട്ടൊന്നും ബാധിക്കാത്തൊരു സാധനമാണ്. അതാണ് കുഞ്ഞു കുട്ടിയൊക്കെ പണ്ടില്ലവർക്ക് ഈ കണ്ണിന് മഷിയിടാൻ അങ്ങനത്തെ മഷിയാവില്ല. ഇപ്പൊ കെമിക്കൽ മഷിയായിരുന്നു, കൺമഷി എന്നെല്ലാം പറഞ്ഞു. അതെല്ലാം പിള്ളേർ കാഴ്ച പോകുന്ന കേസാണ്, കെമിക്കലാണ്. അങ്ങനത്തെ മഷിയാന്ന് ഇടണ്ടേ. അപ്പൊ അതേപോലത്തെ മഷിയാന്ന് മുത്തപ്പന് ഉപയോഗിക്കുക. ഇങ്ങനെ ഉണ്ടാക്കുക പ്രത്യേക. അത് ഇങ്ങനെ തന്നെ ആവശ്യത്തിന് ആൾക്കാർ അവരവരെ വീട്ടിൽ നിന്ന് അവരുണ്ടാക്കുക ചെയ്യും. നമുക്ക് കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് അങ്ങനത്തെ മഷി ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്ന ഏറ്റവും നല്ലത്. അതിനെക്കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കുട്ടികൾക്ക്. ഇപ്പോഴത്തെ അങ്ങോട്ട് മഷി ഇടാൻ പാടില്ല കുട്ടികൾക്ക്. ഈ വീണിക്കുന്ന കൺമഷി ഇട്ട് കൊടുക്കാൻ പാടില്ല, ഡേഞ്ചറാണ്. പിന്നെ ഇത് ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞളും നൂറും മിക്സാക്കിയ ചുവന്ന കളർ കിട്ടും. മഞ്ഞൾ നൂറ് മിക്സാക്കിയാൽ ചുവപ്പ് കിട്ടും. പിന്നെ ഇത് മുത്തപ്പന് വ്രതം എങ്ങനെയാണ്? മുത്തപ്പൻ കെട്ടുന്നാൾ എങ്ങനെ വ്രതം എടുക്കുന്നുള്ളൂ? കെട്ടുന്നാക്ക് ഒരു ദിവസത്തെ വ്രതമില്ല. അതായത് രാവിലെ മുതൽ. ഇന്ന് കെട്ടുന്ന ഇന്ന് രാവിലെ വ്രതം? ഇന്ന് കെട്ടുന്നതിന് ഇന്ന് രാവിലെ മുതൽ വ്രതമില്ല. അപ്പൊ വ്രതത്തില് എന്തെല്ലാം പെടാത്തത്? വ്രതത്തില് പിന്നെ മത്സ്യം കഴിക്കാം. അങ്ങനെ കൂടുതൽ വേറെ വ്രതത്തിന്റെ ആവശ്യമില്ല മുത്തപ്പന്. എന്ന് വെച്ചാൽ മുത്തപ്പന് നിവേദ്യം എന്ന് വെച്ചാൽ മത്സ്യം കള്ളുവെല്ലാണല്ലോ. നമ്മൾ ബാക്കിയുള്ള വ്രതം എടുക്കുമ്പോ ഈ കള്ള്, മത്സ്യം, ഇറച്ചി അങ്ങനത്തെ ഒന്നും കഴിക്കൂല ബാക്കിയുള്ള വ്രതങ്ങളെല്ലാം എടുക്കാം. പക്ഷെ മുത്തപ്പന്റെ വ്രതം വിചാരിച്ചാല് വേറെ ഒന്നില്ല. പഴകിയ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം, രാവിലെ എണീറ്റതിന് ശേഷം പഴകിയ ഭക്ഷണങ്ങൾ, അതായത് ഇന്നലെ വെച്ച കറി കൂട്ടാൻ പാടില്ല, ഇന്നലെ വെച്ച ചോറ് കൂട്ടാൻ പാടില്ല, ഇന്നലത്തെ പലഹാരങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല. എല്ലാം ഫ്രഷ് ആയിരിക്കണം കഴിക്കുന്നത്. അതിൽ മുട്ട കഴിക്കൂല, അങ്ങനെ ഇറച്ചിയും കഴിക്കൂല. ഇറച്ചി എന്നാലും ചിലർ കഴിക്കുന്നുണ്ട്, അത് നമുക്ക് കുഴപ്പമില്ല. പുതിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാം. മത്സ്യം കൂട്ടാം, മത്തി കൂട്ടിക്കൂടെ, ബീഫ് അങ്ങനത്തെ കൂട്ടിക്കൂടാം. അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ അടിയന്തരം കഴിക്കുന്നവര് മത്തിയും ബീഫ് ഒഴിവാക്കുന്നതാണ്. മത്തിയായിട്ട് എന്താ ബന്ധം വരുന്നത്? മത്തി പിന്നെ ഈ ദുർഗന്ധം വരും, നമ്മള് വേർപ്പിലൂടെ ഇതിന്റെ ഇത് വരുന്നൊരു മത്സ്യമാകുമ്പോൾ, വേർപ്പിലൂടെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ വേർക്കുമ്പോ ഇതിന്റെ ഇത് വരുമ്പോ ദൈവത്തിന്റെ എല്ലാം ഒരു പ്രത്യേക സ്മെല്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിനും അത് ആ മത്സ്യം വെച്ച് കൊടുക്കില്ല. ദൈവത്തിന് വെച്ച് കൊടുക്കുന്നത് മത്തി വെക്കില്ല, മത്തിയും തിരണ്ടിയും വെക്കില്ല. പ്രാവ്, അയില അങ്ങനെയുള്ള ബാക്കിയുള്ള പദാർത്ഥം അതെല്ലാം തിരിച്ചു വെക്കും. പിന്നെ മെയിനായിട്ട് മറ്റേ മുള്ളനല്ലേ പണ്ടെല്ലാം പറ്റുന്നതാണല്ലോ? മുള്ളനും അയിലയും ഇതെല്ലാം. അയില, മുള്ളൻ, പ്രാവ് എന്ന് പറയുമ്പോ ഈ സമുദായത്തിൽപ്പെട്ടവരാണ് മടവനായിട്ടുണ്ടാവും.
കെട്ടുന്ന ആൾക്കാർ 2 വിഭാഗത്തിലുള്ളവരാണ് മുത്തപ്പം കെട്ടുന്നത്. ഒന്ന് 1 സമുദായം, പിന്നെ കുന്നത്തൂർ പാടിയിൽ കെട്ടുന്നത് വേല സമുദായം 550 പറയുന്നു.